ശരിക്കും നിങ്ങൾക്ക് പഠിക്കണമെന്ന് നന്നായിട്ട് ആഗ്രഹമുണ്ട് കേട്ടോ, പഠിക്കാൻ തുടങ്ങുകയും ചെയ്യും. പക്ഷെ 3 to 4 days കഴിയുമ്പോൾ ആദ്യം തോന്നിയ എനർജി തോന്നില്ല, പഠിക്കുന്നത് കുറയാൻ തുടങ്ങും, മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഇതിങ്ങനെ പോകുന്നുണ്ടാവും. ഇടയ്ക്ക് പഠിക്കും, ഇടയ്ക്ക് പഠിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഡെയിലി പഠിക്കാം, എങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാം എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായും കണ്ടോ, എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റൂ എന്നല്ലേ? എന്നാൽ അതൊരു മിത്താണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ കാലത്ത് എഴുന്നേറ്റ് എന്നും ബ്രഷ് ചെയ്യുന്നു, റൈറ്റ്? പക്ഷേ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യാനുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുമോ? പ്രോബബ്ലി നോട്ട്. അപ്പോ ഇതേപോലെ തന്നെയാണ് പഠിക്കുന്ന കാര്യം. സോ നിങ്ങൾ ഡെയിലി ട്രെയിൻ ചെയ്യണം. എന്തിന്? പഠിക്കാനായിട്ട്. ദെൻ ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. ഈ ഹാബിറ്റായി മാറുന്നവരെ നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടണം. ഡെയിലി പഠിക്കാൻ സമയം കണ്ടെത്തി ക്വാളിറ്റി സ്റ്റഡി നടത്തണം. മോട്ടിവേഷൻ ഇല്ലെങ്കിലും ബുക്ക് തുറന്ന് പഠിക്കണം. ഒത്തിരി തിരക്കാണ്, പഠിക്കാൻ ടൈം ഇല്ലെങ്കിലും മിനിമം ഒരു 15 മിനിറ്റ് കണ്ടെത്തി പഠിക്കണം. നിങ്ങളുടെ ഈ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, പവർഫുൾ ആണ്. ഇത് തന്നെ നിങ്ങൾക്ക് ഡെയിലി മുന്നേറാനുള്ള മോട്ടിവേഷൻ തരും. ഞാനിനി പറയുന്ന 2 ഓപ്ഷൻസ് ഇമാജിൻ ചെയ്യണം. ഓപ്ഷൻ എ, നിങ്ങൾ എവിടെയാണോ പോയിരുന്ന് പഠിക്കാറ് അവിടെ ഇരുന്ന് ടെക്സ്റ്റ് ബുക്ക് തുറന്ന് നിങ്ങളൊരു ടഫ് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ശേഷം ആ പോർഷൻസിലെ കുറച്ച് പ്രോബ്ലംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും കണ്ടുപിടിച്ച് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങൾ മെന്റലി ഇഫേർട്സ് ഇടുകയാണ്. ഇനി ഓപ്ഷൻ ബി, നിങ്ങൾ നിങ്ങളുടെ ബെഡിൽ കംഫർട്ടബിൾ ആയിരിക്കുന്നു, ഫോൺ എടുക്കുന്നു, റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കുന്നു, ഇടയ്ക്ക് ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, ഹാപ്പി ആയിട്ട് ഫുൾ എന്റർടൈൻമെന്റിലാണ്. ഇനിയാണ് ചോദ്യം, ഇതിലേത് ഓപ്ഷൻ ആണ് നിങ്ങളുടെ ബ്രെയിൻ ചൂസ് ചെയ്യുക? ഞാൻ പറയട്ടെ, ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓപ്ഷൻ ബി ആയിരിക്കും. ആൻഡ് ഇത് നിങ്ങൾ പഠിക്കാൻ വീക്ക് ആയതുകൊണ്ടൊന്നും അല്ല ഈ ഒരു ഓപ്ഷൻ ബി നിങ്ങൾ ചൂസ് ചെയ്തത്. പകരം നിങ്ങളുടെ ബ്രെയിൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഈസി റിവാർഡ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഫോൺ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്ന റിവാർഡ്സുമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. പഠിക്കുന്നത് ഒരു വലിയ ടാസ്ക് ആണ്, ഒരുപാട് ഇഫേർട്സ് ഇടണം, കുറേ നേരം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നതിൽ തന്നെ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ബ്രെയിൻ പഠനത്തെ ഇപ്പൊ കാണുന്നത്. സോ ഗൈസ്, ഈ റിവാർഡ്സിനെ നമ്മുടെ ബ്രെയിൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സോ പഠനത്തിലും ഈ ഒരു റിവാർഡ്സ് നിങ്ങൾ സെറ്റ് ചെയ്യണം. ഞാൻ ഇന്ന് 1 മണിക്കൂർ ക്വാളിറ്റി സ്റ്റഡി നടത്തിയാൽ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾ കറക്റ്റായിട്ട് 1 മണിക്കൂർ പ്രോപ്പറായിട്ട് പഠിച്ചു എന്നുണ്ടെങ്കിൽ ഇതേപോലെ റിവാർഡ് ചെയ്ത കാര്യം അത് നിങ്ങൾ ചെയ്തിരിക്കണം. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു സൈക്കിൾ തന്നെ ആയിരിക്കും നിങ്ങളിൽ പലരും ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതായത് സ്റ്റെപ്പ് 1 കുറ്റബോധം വരുന്നു, സ്റ്റെപ്പ് 2 നാളെ എന്തായാലും പഠിക്കാമെന്ന് പറയുന്നു, സ്റ്റെപ്പ് 3 നാളെ പഠിക്കാതെ വേസ്റ്റ് ചെയ്യുന്നു, സ്റ്റെപ്പ് 4 ഒന്നും ഇന്ന് ചെയ്തില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നു, സ്റ്റെപ്പ് 5 ഇതേതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഇതേ സൈക്കിള് മാസങ്ങളോളവും ചിലപ്പോൾ വർഷങ്ങളോളവും കണ്ടിന്യൂ ആവുന്നു. മെല്ലെ മെല്ലെ കോൺഫിഡൻസ് കുറയുന്നു, എനിക്കിനി പഠിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നു. ഇതാണ് നടക്കുന്നത്. യെസ് ഗൈസ്, ഒരു കാര്യം തുടങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട്. പക്ഷേ നിങ്ങൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഫ്ലോയിൽ കണ്ടിന്യൂ ആയിട്ട് പൊക്കോളും. സോ അതുകൊണ്ട് നിങ്ങൾ തന്നെ വിചാരിക്കണം, ചുമ്മാ വിചാരിച്ചാൽ പോരാ, സ്ട്രോങ് ആയിട്ട് ഉള്ളിന്റെ ഉള്ളിൽ അത്രയും വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കണം, എനിക്ക് പഠിക്കണം, എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന്. നിങ്ങൾ പഠിക്കാത്തതിന്റെ വേറൊരു കാരണം കമ്പാരിസൺ ആണ്. ലൈക്ക് നിങ്ങൾ ഇൻസ്റ്റ എടുക്കുന്നു, ആരുടെയൊക്കെയോ സ്റ്റോറി കാണുന്നു, 98% സ്കോർ ചെയ്തത്, ആരോ 10 മണിക്കൂർ പഠിച്ചത്, ആരോ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ പ്രോഗ്രസ് അവിടെ ഇല്ലാതാവാണ്. നിങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ആ 3 മണിക്കൂർ ഈ 10 മണിക്കൂറിന്റെ കൂടെ കമ്പയർ ചെയ്തുകൊണ്ട്. ബട്ട് ഗൈസ്, ഈ കമ്പാരിസൺ നിങ്ങൾ ചെയ്യുമ്പം അത് നിങ്ങളുടെ മോട്ടിവേഷൻ തീർച്ചയായും കുറയ്ക്കും. ഞാൻ അവരെക്കാളും ബെറ്റർ ആണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ലാസ്റ്റ് മന്ത് ഞാൻ പെർഫോം ചെയ്യുന്നതിനേക്കാൾ ഇപ്പോൾ ബെറ്റർ ആയിട്ട് പഠിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്ന് വേണം നിങ്ങൾ ചോദിക്കാൻ. ഇവിടെ 1 വർഷത്തിന് ശേഷം നിങ്ങൾ ഏത് ലെവലിൽ ഉണ്ടാവണം എന്ന് ഇപ്പോൾ ഇമാജിൻ ചെയ്യൂ. ഈ നിമിഷം സീരിയസ്ലി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് എവിടെ എത്തണം? നിങ്ങൾക്ക് ടോപ്പർ ആവണം? ദെൻ ആസ്ക്, ആ ഒരു പൊസിഷനിൽ ഞാൻ എത്തണം എന്നുണ്ടെങ്കിൽ ഇന്ന് പഠിക്കുന്ന പോലെ പഠിച്ചാൽ മതിയോ? അവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പോരാ, ഇടുന്ന എഫേർട്സ് പോരാ, ഇനിയും പഠിക്കണം, ഇനിയും ആഗ്രഹിച്ച് വാശിക്ക് പഠിക്കണം എന്ന്. ഗൈസ്, നാളെ മുതൽ നിങ്ങൾ ഒരു പെർഫെക്റ്റ് സ്റ്റുഡന്റ് ആവണമെന്നല്ല, നിങ്ങൾക്ക് പഠിക്കാൻ 12 മണിക്കൂർ സ്റ്റഡി പ്ലാൻ വേണം എന്നല്ല, എൻഡ്ലെസ് മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണം എന്നല്ല പറയുന്നത്. യു ഓൺലി നീഡ് 1 തിങ്, ജസ്റ്റ് സ്റ്റാർട്ട്. ബുക്ക് എടുക്കുക, ഒരു പേജ് വായിക്കുക, ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുക. യെസ്, ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ടത് നിങ്ങളാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, അവിടെ നിങ്ങളുടെ വിജയം ഉറപ്പായിട്ടും നടക്കും. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഫോൺ മാറ്റി വെക്കുക, പോയി പഠിക്കുക കേട്ടോ. പഠിക്കാൻ പോവാണ് നിങ്ങൾ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.